വരച്ചു കാട്ടിയ ദാനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശു എന്ന ദാനമാണ്. യഥാർത്ഥ സ്നേഹം എന്തെന്ന് വരച്ചു കാട്ടിയ ഒരിടമുണ്ടെങ്കിൽ യേശുക്രിസ്തു മരിച്ച കാൽവറിയാണ് യഥാർത്ഥ സ്നേഹം വരച്ചു കാട്ടപ്പെട്ട ഇടം. എൻ്റെ പ്രിയരെ, കഴിഞ്ഞ ദിവസം 14-ാം തീയതി സ്നേഹത്തിന്റെ ദിവസമൊക്കെ കൊണ്ടാടിക്കഴിഞ്ഞു. സ്നേഹത്തിന്റെ ദിവസം ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഡയറി മിൽക്കും കിറ്റ്കാറ്റും എന്ന് വേണ്ട സകല കമ്പനിക്കാരും വമ്പം പരസ്യങ്ങൾ ഇട്ട് നടത്തിയ എത്ര അനുഭവങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഈ സ്നേഹത്തിന്റെ ഒക്കെ പരിമിതികൾ പറയാം. ഈ വർഷം 14-ാം തീയതി ആ ഡയറി മിൽക്ക് കൊടുത്താളിനോടൊപ്പം അടുത്ത വർഷം കാണത്തില്ല. ഈ വർഷം ഇരുന്ന കഫേറ്റീരിയയിൽ അടുത്ത വർഷം മറ്റൊരാളോടൊപ്പം കാണും. സ്നേഹം പലതും സ്വാർത്ഥതയായി മാറുക. എനിക്ക് സ്നേഹം തരാത്തവർ ആർക്കും സ്നേഹം കൊടുക്കണ്ട. അതുകൊണ്ടല്ലേ സ്നേഹം ചോദിച്ചിട്ട് തിരിച്ചു കിട്ടാത്ത പെൺകുട്ടിയുടെ കഴുത്തിറക്കുന്നത് കാപാലികത്വമല്ലേ? സ്വന്തമായിട്ട് ആയുധം എടുത്തിട്ട് ആ ക്യാമ്പസിനകത്ത് ആ പെൺകുട്ടിയെ അവിടെ കോഴിയെ കഴുത്തിറക്കുന്നത് പോലെ കഴുത്തിറത്തിട്ടത് ഭീകരമല്ലേ? ആ പ്രേമം നിരസിച്ച ഒരു പെൺകുട്ടിയുടെ വേണ്ടി 14 കിലോമീറ്റർ നടന്ന അപ്പന്റെ കട കത്തിച്ച്, പെൺകുട്ടിയുടെ അപ്പന്റെ കട കത്തിച്ച്, ആ 2-ാം നിലയിൽ ഉറങ്ങുന്ന പെൺകുട്ടിയെ അവിടെ ഇട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്, അതിൽ പരം നരാധമമായ പ്രവൃത്തി എന്താ? ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിനകത്ത് നടക്കുന്ന കാര്യ. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഭാഗം മാത്രമല്ല, 2-ാം ഭാഗവും പറയാം. ഇത് ചെയ്യുന്നത് കേവലം പുരുഷന്മാർ മാത്രമല്ല, ആൺകുട്ടികൾ മാത്രമല്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്തയുണ്ടല്ലേ, എത്രയോ നാൾ മുമ്പേ കേട്ടതാണ്. നല്ലതാ, അല്ലെങ്കിൽ കഷായം നല്ലതാ, പക്ഷെ കഷായത്തിനകത്ത് കീടനാശിനി കയറ്റിയ സംഭവം പോയില്ലേ എന്ന് പറഞ്ഞ ആൺകുട്ടിയും കൊള്ളാം പെൺകുട്ടിയും കൊള്ളാം. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകിട്ട് ഈ സംഭവം നടന്ന ആ ചെറുപ്പക്കാരന് വിഷം കൊടുത്ത വീടിന്റെ 200 മീറ്റർ അകലെയാണ് ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ചത്. എനിക്കറിയത്തില്ല, ഞാൻ അവിടെയും പ്രസംഗിച്ചു ഈ കഷായത്തിന്റെ കഥ. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് കഷായം കൊടുത്ത വീട് 200 മീറ്റർ അപ്പുറത്താണ്. 200 മീറ്റർ അപ്പുറത്താ ഞാൻ പറഞ്ഞത്. കഷായം കൊടുത്തേക്കുന്ന കഷായം നല്ലതാ, ആരോഗ്യത്തിന് നല്ലതാ, ആരോഗ്യം തിരിച്ചു കിട്ടാൻ നല്ലതാ. പക്ഷെ കഷായത്തിനകത്ത് ഒരു തുള്ളി കീടനാശിനി കയറ്റിയ സംഭവം പോയില്ലേ? ആ കീടനാശിനി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ 2.5 മണിക്കൂർ അവൾ നടത്തിയ ചാറ്റിങ്ങിന്റെ ഹിസ്റ്ററിയെ പറ്റി പോലീസുകാർ പറഞ്ഞതാണ്. അടുത്ത ദിവസം ചെറുപ്പക്കാരനെ എന്തു പറഞ്ഞു പ്രലോഭിപ്പിച്ച വിളിച്ചതെന്ന് നമ്മൾ കേട്ടത്. സ്നേഹത്തിന്റെ വാഗ്ദാനം കൊടുത്തിട്ട് ജീവിതം തീർത്തു കളഞ്ഞ എത്രയോ നരാധമ പ്രവർത്തനം ഇവിടെ നടക്കുമ്പോ ഇതാണോ സ്നേഹം? ഇതാണോ സ്നേഹം? നോ, ഇതല്ല ലവ് എന്ന് പറയുന്നത്. ഈ കോഴിക്കോട്ടിനകത്ത് ഞാനൊരു സ്ഥലത്തൂടെ പോകുമ്പം എന്റെ വണ്ടി ഓടിച്ചിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കെമിക്കൽ കമ്പനി ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ സ്ഥലം നോക്കിയപ്പം കൂടത്തായി. അപ്പോഴെനിക്ക് മനസ്സിലായത് കൂടത്തായ കെമിക്കൽ കമ്പനി ഏതാണ്. കാരണം ഒരു സൈനൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കൊണ്ട് 6 പേരെ കൊന്ന ഒരു ആന്റിയുടെ നാടായത് കൊണ്ട് അദ്ദേഹം ഈ കൂടത്തായിലെ കെമിക്കൽ കമ്പനി എന്ന് പറഞ്ഞത്. അതിനകത്ത് അപ്പനുണ്ട്, അതിനകത്ത് അമ്മയുണ്ട്, അതിനകത്ത് മക്കളുണ്ട്, അതിനകത്ത് ഭർത്താവുണ്ട്. നിർദ്ദയം കൊന്നുകളഞ്ഞ് ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞു. കൊടുത്തത് എന്തിനകത്ത്? ആട്ടിൻ സൂപ്പിനകത്ത്. നമ്പർ 1 പ്രോട്ടീൻ ആട്ടിൻ സൂപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമ്പർ 1 പ്രോട്ടീൻ ആണെങ്കിലും ഒരു തുള്ളി വിഷം കയറിയ തീർന്നു പോയി സകല ചരിത്രങ്ങളും. സ്നേഹത്തിന്റെ പേരിൽ കൊണ്ടുകൊടുക്കുന്ന ആട്ടിൻ സൂപ്പിനകത്ത് സൈനൈഡ് ഉണ്ടെന്നറിയാതെ കുടിച്ചു മരിച്ചവരുടെ ചരിത്രം കിടക്കുമ്പോ ഇന്ന് രാത്രി സ്നേഹം പലതും സ്വാർത്ഥതയ്ക്ക് വഴിമാറുമ്പോ യഥാർത്ഥ സ്നേഹം എന്തെന്ന് ലോകത്തിന് കാണണമെങ്കിൽ ഇന്ന് രാത്രി എന്നോടൊപ്പം വന്നാൽ ഇന്ന് രാത്രി നമുക്ക് പോകാം. യഥാർത്ഥ സ്നേഹം എന്തെന്ന് ലോകത്തിന് മുമ്പിൽ വരക്കപ്പെട്ട വെളിപ്പെടുത്ത ഒരു സ്ഥലത്തേക്ക് ഇന്ന് രാത്രി പോകാം. 3 ഇടത്തേക്ക് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പോകണം. 1 ഗെത്സമനയാ, 2 ഗബതയാ, 3 ഗോൽഗോത്തയാ. മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തെ വഹിച്ചുകൊണ്ട് അതിവേദനയാൽ യേശുനാഥൻ കരഞ്ഞ സ്ഥലമാണ് ഗെത്സമന എന്ന് പറയുന്നത്. അവിടുന്ന് പാപഭാരം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ വിയർപ്പ് തുള്ളി നിലത്തു വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെയാകുന്ന ആ കനത്ത സമ്മർദ്ദത്തിന്റെ മണിക്കൂറുകൾ. പക്ഷെ എന്നെയും നിങ്ങളെയും ഓർത്ത് ആ മുഴുവൻ സമ്മർദ്ദവും അവിടുത്തെ വഹിച്ചുകൊണ്ട് ആ ഗെത്സമനയിൽ അവിടുന്ന് അതിജീവിക്കപ്പെട്ടുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. അതിന്റെ പേര് ഗബത എന്ന് പറയുന്നത്. ഗബത എന്നത് ഭീകരമാണ്. ശരിക്കും ജോഷ് മക്ഡബൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ എഴുതിയൊരു പുസ്തകമുണ്ട്, പുനരുത്ഥാന ഘടകം എന്ന പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം വായിച്ചത് ഞാൻ കണ്ണുനീരോടാ. കാരണം ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ക്രിസ്തുവിനെ മർദ്ദിച്ചതെന്നും യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയതെന്നും. ഈ മനുഷ്യൻ പറയുന്ന ഒരു എഴുത്തുണ്ട്. ഈ ക്രിസ്തുവിനെ കൊണ്ടുപോയി നിർത്തിയത് ഈ പീലാത്തോസിന്റെ പ്രിട്ടോറിയത്തിന്റെ ഇടതുവശത്തായിട്ട് ഒരല്പം അകത്തേക്ക് മാറി ഒരു മനുഷ്യനെ മർദ്ദിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കൽത്തളം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന് മറ്റൊരു ലാംഗ്വേജിൽ ഒരു പേരുണ്ട്. ഈ കൽത്തളത്തിന് മുമ്പിലേക്ക് അവനെ കൊണ്ടുപോയി അവിടെ പുറം ദൃശ്യമാകുമാറ്, അവിടെ നിൽക്കുന്നവർക്കൊക്കെ കാണത്തക്ക നിലമാരെങ്കിൽ പുറം ദൃശ്യമാകുമാറ് കൈ ആ കൽത്തളത്തിലേക്ക് ചേർത്ത് ബന്ധിക്കും. പുറം അവർക്ക് അനാവൃതമായിട്ട് നിൽക്കുകയാണ്. ഈ മനുഷ്യനെ അടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധത്തിന്റെ പേര് ഫ്ലാഗ്രം എന്നാണ്. ഫ്ലാഗ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാട്ടവാർ എന്ന് പറയും. പക്ഷേ നമ്മൾ പറയുന്നതിനൊരു തെറ്റുണ്ട്. ഒരു വാറ് മാത്രമല്ല അതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്, 4 മുതൽ 7 വാറ് വരെ ഒറ്റ
ഒരൊറ്റ ഇതിലേക്ക് പല നീളത്തിൽ പല വീതിയിൽ അത് ഒരുമിച്ച് കെട്ടിവെച്ചിരിക്കുന്നതാണ് ഈ ചാട്ടവാർ എന്ന് പറയുന്നത്. അതിന് പല നീളമുണ്ട്. ഇതിന്റെയൊക്കെ അറ്റത്ത് ഒരു മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ അക്കാദം ഏൽപ്പിക്കുന്നത് ഈയമാണ്. ഈയക്കട്ടകൾ, കൂർമനയുള്ള ഈയക്കട്ടകളാണ് ഇതിന്റെ അറ്റത്ത് ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നത്. പല നീളത്തിൽ. ഒരടി എന്ന് പറഞ്ഞാൽ ഒരടിയല്ല, ഒരേ സമയം പല ഭാഗത്ത് കൊള്ളുന്ന അടിയാണ് ഒരുവന്റെ ദേഹത്തേക്ക് അത് ഏൽപ്പിക്കുന്നത്. കൂർമനയുള്ള ഈയക്കട്ടകൾ ആ ദേഹത്തേക്ക് വരുമ്പോൾ അത് ഏൽപ്പിക്കുന്ന തകർച്ചകൾ വലുതാ. ഈ ജോഷ് എഴുതി വെച്ചേക്കുന്ന ഒരിടത്തുണ്ട്, ഈ അടി 3 വട്ടം ഒരുവന്റെ ദേഹത്ത് വന്നു പതിക്കുമ്പോൾ തന്നെ അവന്റെ ത്വക്ക് തകരും. അവന്റെ ത്വക്ക് തകരും. അവിടെ നിന്ന് ത്വക്കിൽ നിന്ന് രക്തം പൊടിയാൻ തുടങ്ങും. എന്നാൽ അടി 5 മുതൽ 7 മുകളിലേക്ക് പോകുമ്പോൾ അവന്റെ രക്തധമനികൾ തകരാൻ തുടങ്ങും. അവന്റെ ഞരമ്പ് പൊട്ടും. ഒരു മനുഷ്യന്റെ ഞരമ്പ് പൊട്ടിയ പിന്നെ സംഭവിക്കുന്നത് രക്തപ്പുഴ അവിടെ ഒഴുകും. രക്തപ്പുഴ ഒഴുകും. പക്ഷെ അടി നിർത്തത്തില്ല. രക്തപ്പുഴ ഒഴുകിയിട്ടും അവർ അടി നിർത്തിയിട്ടില്ല. പിന്നെയും ആഞ്ഞാഞ്ഞ പുറത്തേക്കടിക്കും. അടി 12 മുതൽ 15 മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും മാംസം ഇറുന്ന് പറിഞ്ഞു പുറത്തു വരും. കാരണം ഈ കട്ടകൾ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ അവരെ ആഞ്ഞവിടുന്ന് പറിച്ചെടുത്ത് വിനാഗിരിലായി മുക്കി പിന്നെയും ആ പുറത്തേക്കടിക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന തകർച്ച അത്രക്ക് ഭീകരമാണ്. അടി 20 മുകളിലേക്ക് പോകുമ്പം ഈ മാംസങ്ങൾ പറിച്ചെറിയപ്പെട്ട് ആന്തരിക എല്ലുകൾ, അകത്തെ ആന്തരിക അവയവങ്ങൾ പോലും കാണത്തക്ക നിലവാരങ്ങളിൽ അത്രക്ക് ഭീകരമാണ് അടിയുടെ ആഘാതങ്ങൾ. അടി 30 മുകളിലേക്കൊക്കെ പോകുമ്പോൾ ചിലരുടെ വയറ് തകരും. വയറ് തകർന്ന് കുടൽമാലകൾ പോലും കാണത്തക്ക നിലവാരങ്ങളിൽ അത്രക്ക് ഭീകരമാണ് ഈ ഗബതയിലെ അടി. ഇത് മുഴുവൻ ആ 33.5 വയസ്സുകാരൻ ആ ഗബതയിൽ നിന്ന് ഏൽക്കുക. ആഞ്ഞാഞ്ഞടി ഏൽക്കുമ്പോഴും അരുതാത്തൊരൊറ്റ വാക്കും ആ വായിന്ന് പുറത്തു വന്നില്ല. കാരണം അവിടെ നിന്നും അവിടുന്ന് കണ്ടത് ഒരു സന്തതിയാ. ഒരു സന്തതിയെ കണ്ട് ഇത് മുഴുവൻ അവിടുന്ന് ഏറ്റു. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ അടി സാധാരണ കൊള്ളുന്നവൻ പിന്നെ അവൻ എഴുന്നേൽക്കത്തില്ല. എഴുന്നേൽക്കാൻ കാലൂന്നാൻ കഴിയത്തില്ല. പക്ഷേ വേച്ചുവെച്ചാണെങ്കിലും 300 പൗണ്ട് ഭാരമുള്ള മരക്കുരിശ തോളിലേക്ക് വെച്ച് വേച്ചുവെച്ച് വീടുമെഴുന്നേറ്റും അവിടുന്ന് ആ ഗോൽഗോത്തായിലേക്ക് പോവുക. രക്തമാ പോകുന്ന വഴിയിൽ മുഴുവൻ രക്തത്തുള്ളികൾ കിടപ്പുണ്ട്. രക്തത്തിന്റെ മണമുള്ള വഴിയിലൂടെ ഇന്ന് രാത്രി എന്നോടൊപ്പം വരണം ആ ഗോൽഗോത്തായിലേക്ക്. വേച്ചും വീടുമെഴുന്നേറ്റ് ഒരല്പ നിമിഷം അറ്റമൊന്ന് താങ്ങിക്കൊടുത്തതല്ലാതെ മറ്റൊന്നും ശിമോൻ ചെയ്തിട്ടില്ല. മുഴുവൻ അവിടുന്ന് വഹിച്ചുകൊണ്ട് അവിടെ കയറി. നമ്മൾ ക്രൂശ് എന്ന് പറയുന്ന റോമൻ പാറ്റിബുലത്തിൽ അവിടുത്തെ കൈകൾ, അവിടുത്തെ കാലുകൾ മടക്കി ഒരു വശത്തേക്ക് വെച്ച് ആണി അടിച്ചു വെക്കും. എന്നിട്ട് അത് ഇറക്കി വെക്കുന്ന ഒരു രംഗമെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ തല മുതൽ കാൽ വരെ ഓരോ സന്ധിയും വേദനയെടുക്കുന്ന കഠിന വേദനയാ അവിടെ ഇറക്കി വെക്കുമ്പോൾ സംഭവിക്കുന്നത്. അവിടെ മുതൽ ഈ മനുഷ്യർക്ക് ശ്വാസം എടുക്കാൻ കഴിയത്തില്ല. ശ്വാസം എടുക്കണമെങ്കിൽ കാലൂന്നി മാത്രമേ ശ്വാസം എടുക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ കാലൂന്നുമ്പോൾ ഈ അടിയേറ്റത് മുഴുവൻ കൂടുതലും പുറം മുതൽ കാൽഭാഗം താഴേക്കാണ്. അവിടെ വരുന്ന അഘാതത്തിന്റെ വേദന കനത്തത. എന്നിട്ടും കാലൂന്നി ആ ശ്വാസം എടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ വർത്താനം പോലും പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കാലൂന്നി കഠിന വേദനയിലൂടെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് പമ്പിംഗ് തടസ്സപ്പെട്ട് ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന സമയത്തും അവിടുന്ന് വായി തുറന്ന് പറഞ്ഞ ആദ്യത്തെ വാക്ക് ദേശം കേൾക്കണം, കാതു തുറന്ന് കേൾക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കൊന്നുകളയുന്ന ലോകത്ത്, തകർത്തെറിയുന്ന ലോകത്ത് ഇന്ന് രാത്രി ക്ഷമിക്കാൻ പറഞ്ഞ ഒരു സ്നേഹം കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി നോക്കണം. ആ കാൽവറി ക്രൂശിലേക്ക് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ ക്രൂശിലേക്ക്. ഇതിനേക്കാൾ വലിയൊരു സ്നേഹത്തെ ഉലകത്തിനകത്ത് കാണാൻ കഴിയോ? അവിടുന്ന് അത് മുഴുവൻ സഹിച്ചു. അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. ആ മാരകം മണിക്കൂറുകൾക്കകത്തൂടെ അവിടുത്തെ വായി തുറന്ന് പറഞ്ഞത് മുഴുവൻ മനുഷ്യനുള്ള സഹനത്തിന്റെ വാക്കുകളാ, മനുഷ്യനുള്ള സ്നേഹത്തിന്റെ വാക്കുകളാ. മുമ്പേ കത്തുദാസൻ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ജീവിതം അതുവരെ ഉടയപ്പെട്ട ഒരു മനുഷ്യനോട് പറഞ്ഞു, ഇനി നിന്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയില്ലാതെ പോകത്തില്ല. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയ്ക്കകത്തിരിക്കും. എന്നാ ഞാൻ ഈ വേദനയ്ക്കകത്ത് നടക്കുമ്പം അന്യനെ പരിഗണിക്കാതിരിക്കുകയല്ല, അവനോടും പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ക്രൂശ് വെളിപ്പെടുത്തുന്ന ഒരു അധികാരമുണ്ട്. ക്രൂശ് വെളിപ്പെടുന്ന ഒരു ജീവനുണ്ട്. എത്ര തകരപ്പെട്ട് കിടക്കുന്ന കർത്താവിന് ആ ക്രൂശിൽ വെച്ചും ഒരു പാപിയുടെ അവസ്ഥയ്ക്ക് പരിവർത്തനം വരുത്താൻ കഴിയുമെങ്കിൽ ഇതാണ് ദൈവ സ്നേഹത്തിന്റെ അത്യുച്ഛ ഭാവമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ വിളിക്കുന്നത് യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് അപ്പായം ഇന്ന് രാത്രി വിളിക്കാൻ മനസ്സുണ്ട്. ഇന്ന് രാത്രി ചില ചരിത്ര
ചരിത്രങ്ങൾക്ക് മാറ്റം വരുത്തി ചില പുതു ചരിത്രങ്ങൾ എഴുതാൻ കഴിയുന്ന ഒരു വലിയ സ്നേഹത്തെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി പറയുന്നു. അത് യേശുവിന്റെ സ്നേഹമാ. അപ്പ എന്ന് വിളിക്കാൻ ഇന്ന് രാത്രി മടിയില്ലാത്തവർ ആദരം തുറന്ന് ആ കാൽവറിയുടെ ചുവട്ടിൽ നിന്ന് അപ്പ എന്ന് വിളിക്ക്. ഈ രാത്രി മറുപടി വരുന്ന ഒരു സ്ഥലമുണ്ട്. ഇത്ര സ്നേഹിച്ച മറ്റൊരു സ്നേഹമുണ്ടോ? മനസ്സോടെ ശാപമരത്തിൽ കയറിയ ആ കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നത്. അവിടുന്ന് മരിച്ചു തീർന്നില്ല. മാനുഷിക കടപ്പാടുകൾക്കകത്ത് പോലും ആ സ്നേഹം കിടപ്പുണ്ട് കേട്ടോ. താൻ അതുവരെയും അല്ലെങ്കിൽ താൻ ആ ജനിച്ച ഉദരത്തിനോട് പോലും കടപ്പാടുള്ളൊരു സ്നേഹം അതിനകത്ത് കിടപ്പുണ്ട്. യോഹന്നാനെ നോക്കിയിട്ട് ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് മാനുഷിക കടപ്പാടുകൾ പോലും നിർവഹിക്കാൻ ആ കനത്ത വേദനയ്ക്കകത്തും കണ്ണു തുറന്നതാണ് യേശുവിന്റെ സ്നേഹമെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കലും അനാഥനായി കൈവിടുന്നൊരു ദൈവമല്ല. തിരുവിടത്തിന്റെ ഉഗ്ര സന്ദേശങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയുന്നു. തിരുവിടത്ത് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടത്തില്ല. അനാഥത്വം എവിടെയെങ്കിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, സങ്കടം മനസ്സിനെ കുത്തി നോവിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ അനാഥരല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ഞാൻ ഈ ദൈവസ്നേഹം ഈ ദേശത്തിന് കൈമാറുക. ഇന്ന് രാത്രി ഇവിടെ ഒഴുകുന്നത് ദൈവസ്നേഹത്തിന്റെ ഒരു പുഴ ഇതിനകത്ത് ഒഴുകുക. ദൈവസ്നേഹത്തിന് ഒരു മഴ ഇന്ന് രാത്രി ഇതിനകത്ത് പെയ്യും. വിശ്വസിച്ച് മനസ്സുണ്ടെങ്കിൽ ഹൃദയം തുറന്നാൽ ഉള്ളിന്റെ സങ്കടങ്ങൾ മുഴുവൻ വാശിയത് മാറ്റാൻ കഴിയുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ നദി, ഒരു ദൈവസ്നേഹത്തിന്റെ മഹാത്ഭുതം ഇന്ന് രാത്രി സംഭവിക്കുന്നത്. അകത്ത് അനുഭവിച്ചിട്ട് ആ ദൈവസ്നേഹത്തിന്റെ നദി എന്നിലേക്കൊന്ന് ഒഴുകണമെന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഒരു നിമിഷങ്ങൾ ആ കരമൊക്കെ ഒന്ന് സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കുക. ആ ദൈവസ്നേഹത്തിന്റെ നദി ഒരിക്കലൂടെ എന്നിലേക്ക് ഒഴുകി വരണം. ഇതിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ടോ? സ്വാർത്ഥത ലോകത്ത് we present you the true love. യഥാർത്ഥ സ്നേഹത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. The love of Jesus. യേശു ക്രിസ്തുവിന്റെ സ്നേഹം. അതിനേക്കാൾ യാഥാർത്ഥ്യമുള്ള മറ്റൊരു സ്നേഹമില്ല. സ്നേഹത്തിന്റെ മുഖമുദ്ര വെളിപ്പെട്ട ഇടം കാൽവറിയാ, നമുക്ക് വേണ്ടി മരിച്ചിടം. പക്ഷെ ഇന്ന് രാത്രി ഈ സ്നേഹം വെളിപ്പെടുത്തിയത് അടുത്തൊരു പദപ്രയോഗം, അതാണ് ഗൗരവം. ഈ സ്നേഹം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് എനിക്ക് ജയം തന്ന ദാനമാണ്, ഇതെനിക്ക് ജയം തന്ന ദാനമാ. ഇവിടെ എഴുതപ്പെട്ട 10,000 ചരിത്രത്തിനകത്തുള്ള ചരിത്രങ്ങൾ മുഴുവൻ മരണസംഭവങ്ങൾ പറഞ്ഞു തീരും. ദൈവദാസൻ പറഞ്ഞതുപോലെ അവിടെ കല്ലറയ്ക്കകത്ത് അവസാനം ഒരു എഴുതെഴുതപ്പെടും DOD, ഡേറ്റ് ഓഫ് ഡെത്ത്. ഇതാണ് അവസാനത്തെ പദം. അതിനപ്പുറത്തോട്ട് അവർക്ക് എഴുതാൻ കഴിയില്ല. ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതും. പക്ഷേ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടെങ്കിലും ആ എന്നേക്കും അടയപ്പെടാത്തൊരു കല്ലറ, തുറക്കപ്പെട്ടൊരു കല്ലറ മാനവ കുലത്തിന് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ 34 വയസ്സുകാരൻ ഇന്ന് രാത്രി കണ്ണൂർ പട്ടണത്തിനകത്ത് വന്ന് ഈ സന്ദേശം പ്രസംഗിക്കാൻ ഞാൻ കാണത്തില്ല. പക്ഷെ എന്നെ ഇവിടെ നിന്ന് പ്രസംഗിപ്പിക്കാൻ എൻ്റെ അകത്ത് ആവേശം തന്നത് 10,000 ചരിത്രങ്ങൾക്കകത്തുപോലെ ഏതെങ്കിലുമൊക്കെ പരിമിതപ്പെട്ട ഒരു ചരിത്രത്തിനല്ല ഞാൻ സാക്ഷിയാകുന്നത്.